വോട്ടപ്പട്ടിക വിവാദത്തിൽ സംവിധായകനും യു.ഡി.എഫ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയുമായ വി.എം. ബിനുവിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണന ഇല്ല എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. കഴിവുകേട് മുൻനിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള അനുകൂല തീരുമാനത്തിന് കാത്തിരിക്കുകയായിരുന്നു വി.എം. ബിനു. അപ്പോൾ വി.എം. ബിനുവിന് മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ തുടരാനാകില്ല എന്നതിന്റെ സൂചനയാണോ? എന്താണ് കോടതിയുടെ വിമർശനം? സ്മൃതി, ഇക്കാര്യത്തിൽ വി.എം. ബിനുവിനെതിരെയാണ് ഹൈക്കോടതി കടുത്ത നിലപാടെടുക്കുന്നത്. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണന ഇല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എതിർപ്പുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കൂ എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് ഇറക്കാനാവില്ല, നൽകാനാവില്ല. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഈ രാജ്യത്ത് ഒരേ നിയമമാണ് ബാധകം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വി.എം. ബിനുവിനോട് പറയുകയും ചെയ്തു. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന കാര്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതും അതിന്മേൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ മാധ്യമങ്ങളിലൂടെയൊക്കെ പരസ്യം നൽകിയതും അറിയില്ലേ വി.എം. ബിനു മാധ്യമങ്ങൾ കാണില്ലേ, വായിക്കില്ലേ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. വി.എം. ബിനുവിനെ സഹായിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുത് എന്ന കാര്യവും കൂടി വിമർശനമായി തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കരട് പട്ടികയിൽ ഉൾപ്പെട്ടതിനാലാണ് മുട്ടടയിലെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുത്തത് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കാരണം കഴിഞ്ഞ ദിവസം മുട്ടടയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയുടെ ആവശ്യം പരിഗണിക്കണമെന്ന് ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശം നൽകിയിരുന്നു. അത് പ്രത്യേകമായ സാഹചര്യത്തിലാണ്. പക്ഷേ ഇക്കാര്യം പരിഗണിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന്മേലുള്ള ഉത്തരവ് ഹൈക്കോടതി ഇറക്കുകയും ചെയ്തു. വി.എം. ബിനുവിന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം ഹൈക്കോടതി എടുക്കുകയും ചെയ്യും. വി.എം. ബിനുവിനെ കടുത്ത ഭാഷയിൽ പരിഹസിക്കുക അല്ലെങ്കിൽ വിമർശിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അന്തിമമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും നിരവധിയായ എതിർപ്പുകൾ അറിയിക്കാൻ അവസരമുണ്ടായിരുന്നു. അത് മാധ്യമങ്ങളിലൂടെയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതുമാണ്. പക്ഷേ അത്തരം ഒരു കാര്യവും വി.എം. ബിനു അറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കോടതിക്ക് ഇതിലൊരു വിമർശനത്തിന്റെ ഭാഷ വരാനുള്ള കാരണം എന്താണ്? ഇതിപ്പോൾ സെലിബ്രിറ്റി ആയിട്ടാണോ വി.എം. ബിനു കോടതിയെ സമീപിച്ചിരിക്കുന്നത്? തന്നെ പോലൊരാൾക്ക് എന്ന രൂപത്തിലാണോ ആ ഹർജി? എന്താണ് കോടതി ചൊടിപ്പിച്ചത്? വി.എം. ബിനുവിന് ഹൈക്കോടതിയിൽ തിരിച്ചടിയായിരിക്കുകയാണ്. ഹൈക്കോടതി വി.എം. ബിനുവിന്റെ ഹർജി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വി.എം. ബിനു യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ. എങ്ങനെയെങ്കിലും കോൺഗ്രസ് അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സായികുമാറുമുണ്ട് വിവരങ്ങളുമായി. സായി, ഇപ്പോൾ സെലിബ്രിറ്റി പരിഗണന നൽകാനാകില്ല എന്നുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. സമാനമായ ഹർജിയിൽ ഹർജിക്കാരിക്ക് അനുകൂലമായ ചില ബിനുവിന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. വിമർശനം മാത്രമല്ല, വി.എം. ബിനുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. ഹർജി തള്ളിയിരിക്കുകയാണ്. അതായത് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തണം എന്ന വി.എം. ബിനുവിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ശ്യാമിലേക്ക് വീണ്ടും. ശ്യാം, ഇപ്പോൾ കോടതി അതിൽ തീർപ്പ് ഉത്തരവിട്ട് കഴിഞ്ഞു അല്ലെ? എന്താണ് വിധി? വി.എം. ബിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വി.എം. ബിനുവിന് കനത്ത തിരിച്ചടിയാകുന്ന നിലപാടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തത്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടത്, മേയർ കാൻഡിഡേറ്റായി തീരുമാനിക്കപ്പെട്ടത് വി.എം. ബിനുവിനെയാണ്. കോൺഗ്രസ് തീരുമാനിച്ചത് വി.എം. ബിനുവിനെയാണ്. വി.എം. ബിനുവിന്റെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അല്പസമയം മുമ്പാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തത്. അതിലാണ് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തിയത്.
ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ഈ അഭിഭാഷകൻ VM വിനുവിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് താനൊരു സെലിബ്രിറ്റിയും സംവിധായകനുമാണ്. UDFന്റെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യമാണ് അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത്. അപ്പോഴാണ് ഹൈക്കോടതി ഉടൻ തന്നെ മറുപടിയായി പറഞ്ഞത് സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ല എന്ന കാര്യം, എതിർപ്പുണ്ടെങ്കിൽ കമ്മീഷനെ അറിയിക്കും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂലമായ ഉത്തരവ് നൽകാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് ബാധകം. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന കാര്യവും കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചോദിക്കുകയും ചെയ്തു. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുന്നു. മാത്രമല്ല, അതിൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ അവസരം നൽകുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും താങ്കൾ അറിഞ്ഞില്ലേ? അതെല്ലാം മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചതാണല്ലോ, അതൊന്നും താങ്കൾ അറിഞ്ഞില്ലേ എന്ന കാര്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. VM വിനുവിനെ സഹായിക്കാൻ കഴിയില്ല, ഹെൽപ്ലെസ് എന്ന വാചകമാണ് ഹൈക്കോടതി കൃത്യമായി തന്നെ പറയുകയും ചെയ്തത്. ഇതെല്ലാം ആ ഉത്തരവിലൂടെ, ഹർജി തള്ളിയ ഉത്തരവിൽ കൂടി കൃത്യമായി ഈ വിമർശനങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മാത്രമല്ല, ഇക്കാര്യത്തിൽ VM വിനു ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഭയന്ന് LDF നേതാക്കൾ ഗൂഢാലോചന നടത്തിയാണ് നോമിനേഷൻ നൽകാതിരിക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കിയത് എന്നൊരു വാദമാണ് ഉയർത്തിയത്. ഭരണപക്ഷം ഗൂഢാലോചന നടത്തിയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് തന്റെ പേര് വെട്ടിയത് എന്ന കാര്യമാണ് ഉയർത്തിയത്. പക്ഷെ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. അത് പറയുന്നത് നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുത് എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. തുടർന്നാണ് VM വിനുവിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കരട് പട്ടികയിൽ ഉൾപ്പെട്ടതിനാലാണ് മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണവിക്ക് അനുകൂലമായ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം എടുത്തത് എന്ന കാര്യവും കൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നു. കാരണം അതേ സാഹചര്യമാണ് ഇതിലും ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അഭിഭാഷകന്റെ ശ്രമം. പക്ഷേ ആ അഭിഭാഷകന്റെ ശ്രമം ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. സംവിധായകനും സെലിബ്രിറ്റിയുമാണ് താൻ എന്നായിരുന്നു ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ വാദമായി ഉയർത്തിയത്. പക്ഷേ ആ വാദം മുളയിലെ നുള്ളുക, അല്ലെങ്കിൽ ആ വാദം ആരംഭിക്കുമ്പോൾ തന്നെ അത് തള്ളുക എന്നതാണ് ഹൈക്കോടതി സ്വീകരിച്ച നിലപാട്. തുടർന്നാണ് ഹൈക്കോടതി വലിയ ഭാഷയിലുള്ള പരിഹാസം അല്ലെങ്കിൽ വിമർശനം ഒക്കെ ഉയർത്തുകയും ചെയ്യുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ കേട്ടു. പക്ഷേ നിരവധിയായ വിമർശനങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, അതിന്മേൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ സാവകാശം നൽകുന്നു. അത്തരം സാവകാശം നൽകുമ്പോഴൊക്കെ ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നുണ്ട് യഥാസമയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അങ്ങനെ അറിയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അതിന്മേൽ മറുപടി നൽകാതിരുന്നത്, അല്ലെങ്കിൽ ഒരു എതിർവാദം ഉന്നയിക്കാതിരുന്നത് എന്ന കാര്യം ഹൈക്കോടതി ഉന്നയിക്കുകയാണ്, ഹൈക്കോടതി ചോദിക്കുകയാണ്. അതിൻ്റെ കൂടി അത്തരം ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചാണ് VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളുന്നത്. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന കാര്യം 2021 താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന വാദം VM വിനു ഉയർത്തുന്നു. അപ്പോൾ ജഡ്ജി സിംഗിൾ ബെഞ്ച്